മുത്തറിന്റെ മാതിരി എന്നാ പറഞ്ഞത്. വേറെത്തനെ അയ്ബ് വെളിവാക്കി കൊടുക്കുമ്പോ മുത്തറിന്റെ മാതിരി കൈകാര്യം ചെയ്യണം. എന്ത് കിട്ടും? വഖദിയൂഖദു പിടിച്ചെടുക്കപ്പെടുന്നു മിൻഹു കൽ മുത്തരി ലാ യുബാഹു ലഹു ഇല്ലാ മൻ തുറ അലൈഹി അന്നഹു യജിബു ദിക്റുൽ അഖഫി ഫൽ അഖഫി മിനൽ ഉയൂബി. ഐബുകളിൽ നിന്ന് അഖഫ് 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 പറഞ്ഞൊപ്പിക്കാൻ നോക്കണം. തീരെ പറയാതെ രക്ഷയുണ്ടെങ്കിൽ അങ്ങനെയും നോക്കണം. വേണ്ടേ? ഖാത്തിബ്, ആലിമ് എന്നിവരെ പറ്റി അഭിപ്രായം തേടപ്പെട്ടാൽ ഒടവുകൾ പറഞ്ഞു കൊടുക്കണം. വുജൂബ് എന്ന് പറഞ്ഞില്ലേ? അഹദു അൻവാഇൽ ഗീബത്തിൽ ജായിസാത്ത്. അഹദു അൻവാഇൽ ഗീബത്തിൽ ജായിസാത്ത്. എന്താണ് ജായിസ് എന്ന് പറഞ്ഞാൽ വുജൂബില്ലേ, ഹറാമില്ലാത്തത്. അസ്ബാബുൽ മുബീഹത്തിൽ ഗീബത്തിൻ അതിൽ വുജൂബും ഉണ്ടാവും സുന്നത്തും ഉണ്ടാവും. ജായിസ് എന്ന് പറഞ്ഞാൽ തനി ജായിസാ, കുറ്റമില്ലാത്തത്. ചിലപ്പം വുജൂബൊന്നുമില്ലേ അല്ലേ? ആ തലങ്ങൾ മുഴുവനും എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാ പറയും. ഗീബത്ത് പറയൽ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങൾ. വഹിയ ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്റുൽ ഗൈരി, ദിക്റുൽ ഗൈരി മറ്റൊരുത്തനെ പറ്റി പറയുക. ബിമാ ഫീഹി ഔ ഫീ നഹ്വി വലദിഹി ഔ സൗജതിഹി ഔ മാലിഹി മിമാ യക്റഹു. ഗീബത്താകാൻ പരദൂഷണത്തിന്റെ തൈരീഫാ പറയും. ബിമാ ഫീഹി പറഞ്ഞ എന്താ? ഇല്ലാത്തതാ പറഞ്ഞ ഗതിവന്നായില്ലേ? എന്താണ് അത്? ഒന്നിക്കൽ ഓനിലുള്ളത്, അല്ലെങ്കിൽ അവന്റെ മക്കളിലുള്ളത്, അല്ലെങ്കിൽ സൗജത്തിലുള്ളത്, അവന്റെ മുതലിലുള്ളത്. മുതൽ എന്ന് പറഞ്ഞാൽ ആട് വച്ചൂലി. മിമായക്റഹു, മിമായക്റഹു വെറുക്കുന്നതായ ഒന്ന്. അത് കേൾക്കുമ്പോൾ ഇവന്റെ സന്തോഷമില്ല പോലും. ഇവന്റെ അയ്ബ് പറയൽ മാത്രമല്ല ഗീബത്ത്. പിന്നെ എല്ലാം കണക്ക് തന്നെ എന്നാണ്. ഔസാഫുൻ ഹമീദ ഉണ്ട് പോലും, എടുത്തു പറയലോ എനിക്ക് വെറുപ്പാന്ന് പോലും. അത് ഗീബത്താവോ? അത് അവൻ്റെ പരിശുദ്ധി കൊണ്ട് അവൻ കണക്കാക്കുന്നത്. എന്നെ എന്തിനാന്ന് നല്ല നല്ല ഇസ്ലാം ദീനിൽ സ്തുതിക്കപ്പെടുന്നതാന്ന് എടുത്ത് പറഞ്ഞതുപോലെ. അങ്ങനത്തതല്ല, അത് ഗീബത്തിൽപ്പെടൂല. അവൻ വെറുത്താൽ വൈകരിയാവൂ. കൈ കൊണ്ടോ തല കൊണ്ടോ കൺപോള കൊണ്ടോ ഇഷാർത്താക്കിയാൽ ഗീബത്തായില്ലേ? ഔ ഈമായിൻ, ഈമാൻ ബൽ വബിൽ ഖൽബീൻ ഔ ബിൽ ഖൽബീൻ അർത്ഥം. ഹൃദയം കൊണ്ട്, ഹൃദയം കൊണ്ട് അങ്ങനെ ഗീബത്ത് പറയും. ഹൃദയത്തിൽ ഉറച്ചു നിർത്തുക. അലസ്തിഹ്ലാരി, അലസ്തിഹ്ലാരി ദാലിക്കാൻ അവൻ്റെ ഉടവ്. മോശക്കാരനാണ് എന്ന് തേട്ടി അരക്കല് ഹൃദയത്തിൽ. അപ്പം എന്താവും? പച്ചമാംസം തിന്ന കള്ളനാവൂലേ? എന്ന് എണ്ണാൻ തുടങ്ങി. ഗീബത്ത് പറയൽ ജായിസായ രൂപങ്ങൾ. ഒന്ന് പറഞ്ഞ് ഖാത്തിബിനെ പറ്റിയോ ആലിമിനെ പറ്റിയോ അല്ലേ? അവൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവനെ ജോലിക്ക് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ പുതിയ പളയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി. ഇനി അവിടെ തന്നെ ജായിസത്ത് എന്ന് പറഞ്ഞാൽ കുറ്റയില്ലാത്തത്. വിധി വിധിയായിട്ട് തന്നെ വരും. അത്തവല്ലുമു, അത്തവല്ലുമു നുൽമു ബോധിപ്പിക്കുക. ലിദീ ഖുദ്റത്തിൻ, ആരോട്? ആളോട്.
അല ഇൻസാഫിഹി, ഇൻസാഫ് നടത്താൻ കഴിവുള്ള ആളോട് ഇൻസാഫാക്കി തരാൻ വേണ്ടിയിട്ട് എന്താക്കല്? അനീതി ആരോ ചെയ്തിട്ടുണ്ട് അതിന് നീക്കാൻ കുതിരത്തുള്ള ആളോട് അറിയിക്കല്. പിന്നെ മൂടി വെക്കലാണ് ഇങ്ങനെ ഫുലാൻ, അതുകൊണ്ട് എന്റെ ഹക്ക് വാങ്ങിത്തരണം അല്ലേ? അവിൽ ഇസ്തിയാന എന്ന് പറഞ്ഞാൽ എവിടെ അത്തുപെടുക്കണ്ടി, അതിന്റെ കളി കാണുമ്പോ എവിടെയാ കിടക്കുന്നത്? അവിൽ ഇസ്തിയാന ഇൻസാഫിന്റെ മേലെ അങ്ങനെയല്ല കണക്കിന് വേണ്ടത്, തദല്ലുലിന്റെ മേലെ എടുക്കണം. ഇസ്തിയാനത്തിന്റെ മേലെ അവതുള്ള വർണ്ണ. എന്റെ ലാഹിർ ഒറ്റ നോട്ടത്തിൽ ഇന്നവും അത്തുഫുന്നല ഇൻസാഫിഹിന്റെ മേലെ വേണ്ടത് തദല്ലുമിന്റെ മേലെയാണ്. എന്താവും? സഹായം തേടലും ഇപ്രകാരമാകുന്നു. നലമനി ഫുലാൻ ഫായിനി അല്ലേ? അലാ തഗ്യീരി മുൻകരി ഔ ദഫ്ഇ മാസിയത്തി. എന്തിനാ സഹായം തേടുന്നു? ദഫ്ഇ മാസിയത്തി എന്ന് പറഞ്ഞാൽ തഗ്യീരി മുൻകറിന്റെ മേലെ അത്തുഫാണ്. ഖാസിനെ ആമിന്റെ മേലെ അത്തുപ്പെടുത്തത് ഏതാണ്? ആമ് ഔ ദഫ്ഇ മാസിയത്തി എന്ന് പറഞ്ഞത് അത്തുഫന്നല തഗ്യീരി മുൻകരി, അത്തുഫ് ഖാസിനല ആമി. അവിടെ വാവ ഇരുന്ന് നല്ലത് എന്നാണ്, പുതിയ മോഡലല്ല. അല്ല തഗ്യീരി മുൻകരിൻ ദഫ്ഇ മാസിയത്തിൻ. ദഫ്ഇ മാസിയത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാസാണ്, ആമാണേത്. അപ്പൊ അവിടെ വാവല്ലേ യോജിക്കലി. അടുത്തത് വൽ ഇസ്തിഫ്താഊൻ, ഫത്വ തേടൽ. ഒരാളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, അത് ശരി തന്നെയാണോ? ഹാലഹു വഹാല ഖസ്മിഹി മാ തഅയീനിഹി ലിൽ മുഫ്തി അയിൻ അഗ്നാ ഇജ്മാലുഹു. ഇജ്മാൽ മതിയാകുമെങ്കിലും അവിടെ നിർത്തിയിട്ട് പറയാം. എന്നിട്ട് പറയുന്നത് ഉത്തരം പറഞ്ഞ് ആ ഉത്തരം ശരി തന്നെയാണോ? എന്നഹു ഖദ് യകൂനു ഫി തഅയീനി ഫായിദ, തഅയീനിൽ ഫായിദ ജാസ്തിയുണ്ട് കൊണ്ട്. അടുത്തത് വമുജാഹറതുഹു ബിഫിസ്ഖിൻ ഔ ബിദ്അ, ഓനങ്ങത്ത് വരിക ഏതുകൊണ്ട്? അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം യുബാലി ബിമാ യുഖാലു ഫീഹി മിൻ ജിഹത്തി ദാലിക്കാൻ. മുജാഹറത്ത്, ഫിസ്ക് കൊണ്ടുള്ള മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഫിസ്ക് ജനങ്ങൾ അറിഞ്ഞാലും പ്രശ്നമല്ല, ഇവന്റെ വിജയത്ത് ജനങ്ങൾ അറിഞ്ഞാലും പ്രശ്നമല്ല, അറിയുകയാണ് വേണ്ടത്. ഓ കൂട്ടാക്കാതിരിക്കുക. ബിമാ യുഖാലു ഫീഹി മിൻ ജിഹത്തി ദാലിക. ആ സന്ദർഭത്തിൽ ഗീബത്ത് പറയൽ ജായിസായത് എന്തുകൊണ്ടാണ്? ലിഖൽഇഹി, അവൻ ഊരിക്കളഞ്ഞു ജിൽബാബൽ ഹയായി, ഹയായിന്റെ കുപ്പായം ഊരിക്കളഞ്ഞു. അതുകൊണ്ട് ഫലം യബ്ഖലഹു ഹുർമ, എനിക്ക് അന്തസ് ബാക്കിയുണ്ടോ? എനിക്ക് വിജയത്ത് ശരിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇവന്റെ ഒക്കെ നിന്ന് ഫിസ്ക് ഉണ്ട് വിജയത്തുണ്ട് എന്ന് പ്രചരിച്ചാലും പ്രശ്നമൊന്നുമില്ല പോലും, സന്തോഷമേ ഉള്ളൂ പോലും. എന്നാലും എന്തുകൊണ്ട്? അവൻ ഊരിക്കളഞ്ഞത് കൊണ്ട്. ജിൽബാബൽ ഹയായി, ഹയായിന്റെ മേൽക്കുപ്പായം. അതുകൊണ്ട് ഫലം യബ്ഖലഹു ഹുർമ. പക്ഷേ ലാകിൻ ലാ യുദ്കറു ബിഗൈരി മുതജാഹിരിൻ ബിഹി, അവൻ ഏതാണോ പരസ്യപ്പെടുത്തിയത് ആ ഖദറല്ലാതെ മൂടിവെച്ച ഫിസ്ക് ഉണ്ടാകും, മൂടിവെച്ച വിജയത്തുണ്ടാകും, അതും കൂടി എടുത്തു പറയാൻ പറ്റുമോ? ഇല്ല. വയംബഗി അൻ തകൂന മുജാഹറതുഹു ബിസഗീറത്തിൻ കദാലിക. ഫിസ്ക് കൊണ്ടുള്ള മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ കബീറത്ത് കൊണ്ടുള്ള മുജാഹറത്ത് എന്നാണ് തോന്നിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയേണ്ടി വന്നാൽ ഇത് മാത്രം പറയണം. എന്തുണ്ട്? കബീറത്തും ഉണ്ട്, മുജാഹറത്തുണ്ടാ. അപ്പൊ എന്താക്കണ്ടി? അടുത്തത് വശുഹറത്തുഹു
ബിവസ്ഫി യക്റഹു, അവൻ പ്രസിദ്ധപ്പെട്ടു പോയി വെറുക്കുന്നതായ നാമം കൊണ്ട്. അത് പറഞ്ഞെങ്കിലല്ലാണ്ട് ആളെ തിരിച്ചറിയില്ല. അയറജ് എന്നെല്ലാം പറഞ്ഞ പോലെ, അയറജ് അയമാന്നെല്ലാം പേരില്ലേ, മഷൂറായി പോയി. ആ സമയത്ത് എന്താ താരീഫിന് വേണ്ടി മാത്രം. നമുക്കത് താരീഫ് അവന്റെ അന്തസ് ഇടിക്കാൻ വേണ്ടി പറയാൻ പറ്റോ? തരീഫെന്നോ തങ്കീസെന്നോ നീയത്ത് വെക്കാതെ പേര് വിളിച്ചാലോ ഹറാമുണ്ടാ? പിന്നെ എപ്പാ ഹറാമ്? നീ എങ്ങനെയെന്ന് ചോദിച്ചു. ഇവനോട് തന്നെയെന്ന് അഭിപ്രായം തേടുന്നത്. നമുക്കൊരു പുതിയ പള വേണം, നിങ്ങൾ തന്നെ പറ്റൂലേ? ഇവനിൽ അതെങ്കിലും ഒയ്യൂബുണ്ട്. അന്നേരം ഇവന്റെ ശരീരത്തെ മാനം കടത്തിയിട്ട് ഇവൻ സംസാരിക്കണോ? ഇവന്റെ ഒയ്യൂബുകൾ ഈ തേടാൻ വന്ന ആളോട് വേണം വല്ലതീയത്തെ ജീവു പറഞ്ഞ് മനസ്സിലാക്കുന്നു. പെണ്ണിന്റെ ആൾക്കാർ വന്നിന് നിങ്ങൾ വേണോ, നമ്മൾക്ക് പുതിയ പിള്ളയായിട്ട് നിങ്ങളഞ്ഞാ വേണ്ടത്. ഇവനിക്കാണെങ്കിൽ അയവുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് നിൽക്കാൻ ഇവനെ ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്ത് ഉയൂബുകൾ നിവർത്തി വെച്ചിട്ട് ഇവരുടെ മുമ്പിൽ മാനം കഴണോ വേണ്ടേ? പറയേണ്ടത് യൽസമോ അയ്യഖൂല സുലഹുലക്കും എന്നാ പറയേണ്ടത്, എണ്ണിപ്പറയലല്ല. നിങ്ങൾക്ക് ഞാൻ കൊള്ളൂല, എന്തുകൊണ്ട് എന്ന് പറയണ്ട. അതുകൊണ്ട് പൊരുത്തപ്പെട്ടെങ്കിൽ പിന്നെ തീർന്ന്, ഒന്നും വേണ്ട, ഒന്നും പറയണ്ട, വൈല. അതുകൊണ്ട് അടങ്ങി നിൽക്കുന്നില്ലെങ്കിലോ ലസിമഹു അത്തർക്കു ലസിമഹു അത്തർക്കൂൻ ലസിമഹു അത്തർക്കു അവിൽ ഇഖ്ബാർ ബിമാ ഫീഹി മിൻ കുല്ലി മദ്മൂമിൻ ശറഅൻ ഉർഫൻ ഫീമാ യദ്ഹറു നദീറ മാ മറ. 213 പറഞ്ഞ പോലെ എന്താ വേണ്ടി? നദീറ മാ മറ 213 പറഞ്ഞോടത്തൊരു ഫായിദ ഇല്ലെങ്കിൽ എന്നല്ല, പറഞ്ഞോടത്തൊരു ഫായിദ ഇല്ലെങ്കിൽ പറയേ വേണ്ട പോലും. അല്ലെങ്കിൽ അവിൽ ഇഖ്ബാർ ബിമാ ഫീഹി മിൻ കുല്ലി മദ്മൂമിൻ ശറഅൻ ഉർഫൻ നദീറ മാ മറ 213 പറഞ്ഞില്ലേ? എന്നാൽ അതിലേ ചർച്ച ചെയ്തത് കുറ്റപ്പെടുത്തലുള്ളതായ ഒന്ന് പറയാൻ എന്താണ്? എന്താണ് ഇതിനെ പോലാത്തത് എന്ന് പറഞ്ഞ ആ ചർച്ച വൈദുൻ. അതും പറയേണ്ടി വന്നാ പറയണല്ലോ, അത് മുണ്ടിക്കൂടെ. അതങ്ങനെ ഉണ്ടാ വൈനംക്കര ദൗജിയുഹു, അതിലായി പറഞ്ഞതിന് ന്യായീകരണമുണ്ട്. ബിയന്നലഹു മന്ദൂഖത്തൻ ബിതർക്കിൽ ഖിദ്വത്തി, ഉണ്ടാക്കിയാൽ മതി. ഓനിക്ക് നിവൃത്തിയുണ്ടല്ല, ഇവന്റെ അയവ് ഒളിവാക്കേണ്ടതില്ലല്ല. മന്ദൂഖത്ത് നിവൃത്തി. എന്നാൽ ഇവന്റെ അയവ് അവർ അറിഞ്ഞിട്ട് ഓർ പൊരുത്തപ്പെട്ടു പോലും, അയവുണ്ടെങ്കിലും ഇവൻ എടുക്കുമെന്ന് തയ്യാറാന്ന് പോലും. എന്നാല് അയവ് എണ്ണി പറയണ്ട എന്ന് പറഞ്ഞതോ ശരി തന്നെയാ. ലൗ അലിമ റിളാഹും ബിഐബിഹി ഫലാ ഫായിദത ലിദിക്രിഹി യുറദ്ദു ബിഅന്ന ഇസ്തിശാറതഹും ലഹു ഫീ നഫ്സിഹി തദുല്ലു അലാ അദമി റിളാഹും
ഇവനോട് അഭിപ്രായം തേടുന്നത് കാണുമ്പം തന്നെ അവർ അയ്ബ് പൊരുത്തപ്പെടുന്നില്ല, അയ്ബുണ്ടെങ്കിൽ വേണ്ട എന്നല്ലേ അർത്ഥോ. ആ ഇപ്പൊ തയ്യനൽ ഇഖ്ബാർ അവിത്തർക്കു കമാ തഖററ. ഇപ്പൊ എന്ത് വേണം? അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? നേരത്തെ പറഞ്ഞതനുസരിച്ച് അല്ലേ? ഖൗലു ഗൈരിഹി എന്ന് പറഞ്ഞില്ലേ, അത് യുഅയ്യിദുഹു വൽ യുസരിഉ ബിഹി ഖൗലുഹു സാബിഖു നഅം ഇന്ന അലിമ അന്ന ദിക്റ ലാ യുഫീദു. അതാ അവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ ചെറുവാനിയിൽ. ഖൗലു ഗൈരിഹി ലൗ അലിമ അല്ലാഹു, അത് ശരിയാകുന്നുണ്ടല്ലോ. ഖൗലു ഗൈരിഹി എന്താണ്? യുഅയ്യിദുഹു വൽ യുസരിഉ ബിഹി ഖൗലുഹു സാബിഖു 213 ഇന്ന അലിമ അന്ന ദിക്റ ലാ യുഫീദു എന്നില്ലേ? അതുകൊണ്ട് ഇങ്ങനല്ലേ ഇത് ഇതാ സത്യം എന്നല്ലേ കിട്ടുന്നത് അല്ലേ? എന്നാൽ വന്നസുണ്ടല്ലോ അല്ല അന്നഹാലൗ അതിനത്ത് ലൗ അതിനത്ത് ഫിൽ അഖ്ദി ലം യജൂദ് ദിക്റുൽ മസാവി എന്നുണ്ടല്ലോ. പെണ്ണ് പരിപൂർണ്ണ സമ്മതം കൊടുത്തു പോലെ എന്നെ അഖ്ദാക്കിക്കോളൂ ഇവനുമായിട്ട്. എന്നാല് ഇനി എന്ത് പറയൽ ജായിസല്ല. എന്തുകൊണ്ട്? നിനക്ക് ഈ ചക്ക മതിയോ എന്ന് ചോദിച്ചു. മതി മതി മതി. ഒരു നെസ്റ്റ് ഉണ്ട് എന്ന് പെണ്ണ് കെട്ടിക്കാൻ ഇതിന് കൊടുത്ത് ചെക്കനെ നിർണയിച്ചിട്ട്, എന്നാല് ഇനി ആ ചെക്കൻ്റെ അയ്ബ് പറയരുത്. കാരണം അതെല്ലാവരും പൊരുത്തപ്പെട്ട്. അതോ ينبغي أن يحمل على ما إذا ظهر بقرائن الأحوال عدم رجوعها عنه وإن ذكرت. അവിടെയാണത്. പെണ്ണ് പുതുമാനെ കൊണ്ടുവന്ന് ഇവനിക്ക് കെട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയ്ബ് വായിക്കേണ്ട ആവശ്യമില്ല പോലും. അതെവിടെയാ? ഇതാ ظهر بقرائن الأحوال عدم رجوعها عنه وإن ذكرت. എന്താണ് ഈ ഉള്ള അയ്ബുകൾ മുഴുവൻ പറഞ്ഞാലും ഇവൻ എന്നെ വേണം, വേറെ ആള് വേണ്ട എന്ന് ഉറപ്പായിട്ടല്ലേ ഇത്. ഫഹുവ ഇപ്പൊ എന്തായി? ആ നസ് എവിടെയാ? നസ് മുവാഫിഖുൽ ലിമാ മറ. മുമ്പ് പറഞ്ഞതിനോടൊത്ത്. എന്താ മുമ്പ് പറഞ്ഞത്? അന്ന ജവാസ ദിക്രിഹാ മശ്റൂത്തുൻ ബിൽ ഇഹ്തിയാജി ഇലൈഹി. അയ്ബ് പറയൽ ശർത്താക്കപ്പെട്ടതാണ് ആവശ്യം നേരിടുന്നിടത്ത് മാത്രം. ആവശ്യമില്ലെങ്കിൽ പറയണ്ട അല്ലേ? ഇവിടെ ആവശ്യമുണ്ടോ? അതുകൊണ്ടാ പറയണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞ മസലയിൽപ്പെട്ട് ഇത് പുതിയ നസൊന്നുമല്ല. അത്യാവശ്യം ഉണ്ടെങ്കിലേ പറയണ്ടൂന്നല്ലേ? ഇനി എത്താജയില്ലേ? അപ്പോൾ നസ്സിനെ എന്താക്കുക? നസ്സിനെ തൗജീഹ് ചെയ്യൽ. നസ്സിനെ എങ്ങനെ എന്താക്കല്? ഇതിനിൽ മാത്രമാണ്. ഖബറിൽ ഇസ്തിശാറത്തി അഭിപ്രായം തേടാണ്ട് വെറും ഇതിന് പറഞ്ഞെടുത്താണത്. അഭിപ്രായം തേടിയെടുത്തല്ല. അത് ഇന്നമായ എത്തി അത് നടപ്പിലാക്കും. അലൽ വജിഹി സാബിഖി 212 പറഞ്ഞ കൗലനുസരിച്ച്. എന്ത് അലൽ വജിഹി സാബിഖ് അലൽ വഹ്മി സാബിഖി 212 പറഞ്ഞ ഹീല അനുസരിച്ച്. എന്താ ഹീല? പെണ്ണിന്റെ സമ്മതം എടുത്തിന്. ആ സമ്മതം എടുക്കുന്ന നേരത്ത് ചെക്കൻ്റെ അയ്ബ് എന്താക്കണ്ട, നീ പറയണ്ട. അത് സ്വാധിക്കാവുന്നത് എപ്പോഴാ? ഒടവ് പറയാൻ പാടില്ല. ഇല്ലാതെ ഇസ്തിശാറത്തി മത്തിനറിയിച്ചിട്ടില്ലേ 212. അത് വൈഫാന്നല്ലേ അവൻ പറഞ്ഞേ. ഷാരിഹ് എന്താ സ്ഥാപിച്ചത്? എന്താ സ്ഥാപിച്ചത്? ഒരു നെസ്റ്റ് പറയുന്ന സമ്മതം എടുക്കുന്ന നേരത്ത് നമ്മൾ അയ്ബ് പറയാൻ നിൽക്കേണ്ടതില്ല. അത് ഇസ്തിശാറത്തിന് മുമ്പായാലാന്ന് പോലും അയ്ബ് പറയണ്ട. അപ്പൊ അവരുടെ ഉള്ളുകളി നമുക്ക് കിട്ടിയില്ലേ?
എന്താ ഫതൗജീഹുഹു നസ്സിനെ ന്യായീകരിക്കല്. പെണ്ണ് മുഖസ്സിറത്താണ് വില്ലിതിന് സമ്മതം കൊടുക്കൽ കൊണ്ട് ഖബലൽ ഇസ്തിശാറത്തി അഭിപ്രായം തേടുന്നതിന് മുമ്പ് സമ്മതം കൊടുത്തത് അവളിൽ നിന്ന് വന്ന അമളിയാണ്, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണ്ട. അത് ഇന്നമായ എത്തി 212 വന്ന അബദ്ധം അനുസരിച്ച് പറ്റും. എന്താ അബദ്ധം? മസാവി പറയേണ്ടത് ഇസ്തിശാറത്ത് നടത്തിയില്ലെങ്കിൽ മാത്രമാണ്. അങ്ങനെ മത്തിനിൽ കൊടുത്തു പോയിട്ടില്ലേ? ഇത് ചോദിച്ചാൽ മാത്രമേ പറയണ്ടു. ആ മത്തിനിൽ പറഞ്ഞ ബഹുമാനല്ലേ ഇവനകർ പറഞ്ഞേ, ഇപ്പഴത്തെ ചിലവ് കൂട്ടി കൊടുത്തില്ലേ? എന്ത് ചോദിക്കാണ്ടാണെങ്കിൽ അമ്മ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ആ അപ്പൊ പിന്നെ ഇടിയും പറഞ്ഞു കൊടുക്കൽ നിർബന്ധാവൂലേ? അപ്പൊ ഇത് ഹക്കാവോ പറഞ്ഞത്? ഈ പറഞ്ഞ നസ് ഹക്കാവോന്ന് അത് അഭിപ്രായം തേടാതെ എടുത്താന്ന് പോലും പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞത് നേരെയാകണ്ടിക്കൽ എന്ത് വേണം? പറഞ്ഞു കൊടുക്കാനാണ്. അതെ, അപ്പൊ നസ് ശരിയായിട്ടില്ല. എന്തുകൊണ്ട്? ഈ നസ്സിന് ഈ രൂപത്തിൽ മാന പറഞ്ഞാൽ ശരിയാവില്ല. അഭിപ്രായം തേടാത്തത് കൊണ്ടാണ് പറഞ്ഞു കൊടുക്കാതിരുന്നത്. അത് ശരിയാവോ? എന്തുകൊണ്ട്? തേടിയിട്ടില്ലെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഫലാല സ്വഭാവ ഫല സ്വഭാവി സത്യമനുസരിച്ച് തന്നെ യജിബു വൈലം ഇസ്തചരണം അല്ലേ? അതുകൊണ്ട് ലായസിഹു ഹാദ തൗജീഹു ഉണ്ടാവില്ല. സവാൻ അക്കാലത്ത് പെണ്ണ് ആയാലും ശരി, ഗബിയ്യത്തൻ മൂടത്തിയായാലും ശരി, ഫീന അങ്ങനെ വ്യത്യാസമില്ല. സമ്മതം കൊടുക്കുമ്പോ പെണ്ണ് ഇതിന് കൊടുത്തില്ലേ, ഓള് മൂടത്തിയാണ്, അതുകൊണ്ട് നമ്മൾ ഉണർത്തി കൊടുക്കണം. അങ്ങനെ ഉണ്ടാ? അവള് പത്താനത്തുള്ള പെണ്ണാണ്, അതുകൊണ്ട് ഉണർത്തണ്ട. അങ്ങനെ ഉണ്ടാ? ആ ഖിലാഫൻ ലിമൻ അവഹമ കലാമുഹു ഫർഖൻ ബൈനഹുമാ വമഖ്തദാ മാ തഖററ. ഇതാണ് സവാബ് എന്ന് പറയുമ്പോൾ, ഇതാണ് സവാബ് എന്നല്ലേ പറഞ്ഞത്? ഗബിയ്യത്തായാലും ഫതീനത്തായാലും അന്ന ഫർലഹും അത്തറദ്ദുദ സാബിഖ, അവര് സംശയിച്ചു നിന്നത് എടെ ഫീമാല വസ്തുസീറ ഫീ നഫ്സിഹി, ഇവനെ പറ്റി അഭിപ്രായം നേടപ്പെട്ടപ്പോൾ അയ്മ പറയണോ വേണ്ടയോ? അവിടെ 2 കോല് പറഞ്ഞില്ലേ? അത് ലൈസ ലിതഖീദി ഉസ്തുശീറ ഫീ നഫ്സിഹി എന്ന് പറഞ്ഞത് കൈതല്ല. ഉസ്തുശീറ അല്ലെങ്കിലും പറയണം. സമ്മതം ചോദിച്ചിട്ടില്ലെങ്കിലും പറയണം. സമ്മതം ചോദിക്കുന്നല്ല, അല്ല അഭിപ്രായം ചോദിച്ചിട്ടില്ലെങ്കിലും പറയണം. ആ ഇവൻ എടുക്കൂന്ന് കണ്ടാല് നേരത്തെ പറഞ്ഞില്ലേ, ഇവൻ എടുക്കൂന്ന് കണ്ടാൽ ഇവന്റെ ഇപ്പൊ പറയണം ലായസുലൂലക്കെന്ന് പറയണമെന്ന്. അത് കൈതല്ല. കാരണം ഉസ്തുശീറ എന്ന് പറഞ്ഞത് കൈതല്ലല്ലോ. നിങ്ങൾ ഇവിടെ തുടങ്ങിയില്ലേ വല ഉസ്തുശീറ ഫീ നഫ്സിഹി, ഉസ്തുശീറ എന്ന് പറഞ്ഞത് കൈതുണ്ടോ? ഉസ്തുശീറ അല്ലെങ്കിലും കണക്കന്നല്ലേ. ഫയൽസമുഹു ദിക്റു മാ ഫീഹി, ഇവന്റെ ശരീരത്തിലുള്ള അടവുകൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ തർത്തീബ് ഹിസാബിക്ക് ആദ്യം എന്ത് പറയണം? ഞാൻ നിങ്ങൾക്ക് കൊള്ളൂലാന്ന്. പിന്നെ അഖഫ് 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 പറഞ്ഞ് 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 ഓരോ വിരട്ടി ഒട്ടുക. വൈലം ഇസ്തശാർ ബഹുവ ഖിയാസു മൻ അലിമ ബിമബീഇഹി ഐബാ. ഇത് ഒത്തു വരുന്നുണ്ട്. എന്തിനോട്? ബഹുവ ഖിയാസു മൻ അലിമ ബിമബീഇഹി ഐബാ. ആരോ ഒരാൾക്ക് സാധനം വിൽക്കുന്നുണ്ട്, ആ വാങ്ങുന്ന ആളെ നമ്മളോട് ചോദിച്ചോ ഇത് നല്ലയാണോ? ഇല്ല. ഇല്ലെങ്കിൽ കടന്നു കയറിയിട്ട് പറയണ്ടേ? അങ്ങനല്ലേ ഹക്ക്? അതിനോട് തോന്നില്ലേ? യൽസമുഹു ദിക്റുഹു മുത്ലഖൻ എന്നല്ലേ അവിടെ പറഞ്ഞത്? അങ്ങനെയല്ല, ചോദിച്ചാൽ മാത്രമല്ല.